4 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്ക് താഴെ തളർന്നുപോയെങ്കിലും ജീവിത പോരാട്ടത്തിൽ തോൽവിയറിയാത്ത കോതമംഗലം വെളിയച്ചാൽ സ്വദേശി തോമസ് മാത്യുവിന്റെ ജീവിതമാണ് ഈ കാണുന്നത്. പുലർച്ചെ തന്റെ മുച്ചക്രവാഹനത്തിൽ തട്ടേക്കാട് പെരിയാർ തീരത്തെത്തുന്ന തോമസ് നിരങ്ങി നീങ്ങി വഞ്ചിയിൽ കയറി മീൻപിടുത്തം ആരംഭിക്കും. ചില ദിവസങ്ങളിൽ വഞ്ചി നിറയെ മീൻ കിട്ടുമെങ്കിലും ചിലപ്പോഴൊക്കെ സന്ധ്യ മയങ്ങിയാലും ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. കലാകാരനും കർഷകനും മീൻപിടുത്തക്കാരനുമൊക്കെയായ തോമസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. എൻ്റെ പേര് തോമസ് എന്നാണ്. ഞാനിവിടെ തട്ടേക്കാട് അടുത്താണ് താമസിക്കുന്നത്. നിലവില് ഞാനിവിടെ തട്ടേക്കാട് നിന്ന് മീൻ പിടിച്ച് ഉപജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ പുഴയിലേക്ക് ഇറങ്ങും. നിലവിൽ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം വലയൊക്കെ ഇട്ട് വരും. പിറ്റേ ദിവസം രാവിലെയാണ് പോയി നോക്കണം. രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും പോയി നോക്കും. വല എടുക്കും. വലയിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കും. പിന്നെ കൊണ്ടുവന്ന് വിൽക്കും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഉപജീവന മാർഗം. പിന്നെ ഇന്ന പണിയൊന്നുമില്ല. അത്യാവശ്യം എന്ത് പണിയും ചെയ്യാൻ തയ്യാറാണ്. അത്യാവശ്യം എല്ലാത്തരം പണികൾ തന്നെ ചെയ്തിട്ടുണ്ട്. കൃഷിപ്പണി ആയാലും തൂമ്പോണ്ട് കളയ്ക്കുകയോ അല്ലെങ്കിൽ കോടാലി കൊണ്ട് മരം വെട്ടോ അങ്ങനെ എന്ത് പണിയും ചെയ്യും. ഇപ്പൊ ഞാൻ വന്ന് നിൽക്കുന്നത് മീൻപിടുത്തമാണ്. പിന്നെ കുറേശ്ശെ വരയ്ക്കും. ഇവിടെ കോതമംഗലത്ത് സ്കൂളിൽ കുറച്ചാള് പടം വരെ ഒക്കെ പഠിപ്പിക്കുന്നുണ്ടായി. പിന്നെ ഇതൊക്കെ നിലവിൽ നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഒരു സർക്കാരിൽ നിന്ന് അമിതമായിട്ടുള്ള കാര്യമൊന്നും നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാനില്ല. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റുക, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നൊരു മീനെ കിട്ടിയിട്ടുണ്ട്. നിലവിലെ ഒരു റോഹ് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 6-7 കിലോ വരും. ഇതിപ്പോ നിലവിൽ നമ്മൾ ഫോണിൽ ആളെ വിളിച്ച് കച്ചവടമാക്കും. എന്നിട്ട് കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ ശരി.